ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഗീ റൈസ് റെസിപ്പി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലോ അതോ ഗീയോ ചേർത്തിട്ട് നമ്മൾ കുറച്ച് കാഷ്യൂനട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവണം വരെ. അതേ പാനിലേക്ക് തന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1.5 ഓണിയൻസ് നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്തതും കൂടി നല്ല ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു ബിരിയാണി പോട്ട് എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഓയിൽ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുക. പയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് മസാല സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ബേ ലീഫ് ആഡ് ചെയ്യുന്നുണ്ട്, സിനമൺ സ്റ്റിക്സ് ആഡ് ചെയ്യുന്നുണ്ട്, തക്കോലം ആഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ക്ലോവ്സും കുറച്ച് കാർഡമവും പിന്നെ കുറച്ച് പെപ്പറും കൂടിയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത്. പയ്യൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷമാണ് നമ്മൾ ഒണിയൻസ് ആഡ് ചെയ്യുന്നത്. സ്ലൈസ് ചെയ്ത് വെച്ച ഒരു 2 സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പയ്യെ വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ്ഡ് ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കഴുകി വാരി വെച്ച് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് റൈസിന് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. മൊത്തം 6 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, വെള്ളം വറ്റണയിടം വരെ. എന്നിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ ഹോട്ട് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 6 കപ്സ് ഹോട്ട് വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഉപ്പൊന്ന് പാകമാണെന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെക്കാം. വെള്ളമൊക്കെ വറ്റി റൈസ് കുക്കായതിനു ശേഷം നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻസും കാഷ്യൂനട്ട്സും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻസിലൊന്ന് അറിയിക്കണേ. അതേപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.